പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. കാനഡയുടെ എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാമിൽ അടുത്ത വർഷം മുതൽ മാറ്റം വരും. സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ഓഫറുകൾ ലഭിക്കുന്നതിന് അധിക പോയിന്റുകൾ ഇനി ലഭിക്കില്ല. എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാമിൽ സമഗ്രമായ മാറ്റം വരുത്തുകയാണ് കാനഡ. എക്സ്പ്രസ് എൻട്രി സംവിധാനത്തിന് കീഴിൽ സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ഓഫർ ലഭിക്കുന്നതിന് അധിക പോയിന്റുകൾ ലഭിക്കില്ല. ജനുവരി മുതലാണ് മാറ്റം പ്രാബല്യത്തിൽ വരുന്നത്. സമ്പദ് വ്യവസ്ഥയ്ക്ക് ആവശ്യമായ വൈദഗ്ധ്യമുള്ള പ്രതിഭകളെ ആകർഷിക്കുന്നതിനാണ് സുപ്രധാന നടപടികൾ സ്വീകരിക്കുന്നത്. എക്സ്പ്രസ് എൻട്രി സംവിധാനത്തിലെ മാറ്റം പ്രാബല്യത്തിൽ വന്നാൽ നിലവിൽ കാനഡയിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെ എല്ലാ എക്സ്പ്രസ് എൻട്രി ഉദ്യോഗാർത്ഥികളെയും ബാധിക്കും. ഇതിനകം അപേക്ഷിക്കാനുള്ള ക്ഷണങ്ങൾ ലഭിച്ചവരോ അപേക്ഷകൾ പുരോഗമിക്കുന്നവരോ ആയ ഉദ്യോഗാർത്ഥികളെ ഇത് ബാധിക്കില്ല. എക്സ്പ്രസ് എൻട്രി പൂളിൽ നിലവിലുള്ളതും പുതിയതുമായ തൊഴിൽ ഓഫറുകളുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ നടപടി ഒരേപോലെ ബാധകമാകും. കാനഡയുടെ മുൻനിര ഇമിഗ്രേഷൻ സംവിധാനമായ എക്സ്പ്രസ് എൻട്രി, ഫെഡറൽ സ്കിൽഡ് വർക്കർ പ്രോഗ്രാം, ഫെഡറൽ സ്കിൽഡ് ട്രേഡ് പ്രോഗ്രാം, കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് പ്രൊവിഷണൽ നോമിനി പ്രോഗ്രാം തുടങ്ങിയവ പോലുള്ള പ്രോഗ്രാമുകളിലൂടെ സ്ഥിരതാമസത്തിനുള്ള അപേക്ഷകൾ നിയന്ത്രിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഖത്തറിൽ സ്വകാര്യ തൊഴിലുടമകൾക്കും പരാതികൾ ഓൺലൈൻ വഴി നൽകാം. ഏകീകൃത തർക്ക പരിഹാര പ്ലാറ്റ്ഫോം പരിഷ്കരിച്ച് ഖത്തർ തൊഴിൽ മന്ത്രാലയം. ഖത്തറിൽ തൊഴിൽ തർക്കങ്ങൾ സംബന്ധിച്ച പരാതികൾ നൽകാനുള്ള തൊഴിൽ മന്ത്രാലയത്തിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടുതൽ സേവനങ്ങൾ ഉൾപ്പെടുത്തി. ഇനി മുതൽ സ്വകാര്യ മേഖലകളിലെ തൊഴിലുടമകൾക്കും പരാതി നൽകാൻ അവസരമുണ്ടാകും. തൊഴിലുടമയ്ക്ക് സ്ഥാപനത്തിലെ തൊഴിലാളികൾക്കും ഗാർഹിക തൊഴിലാളികൾക്കുമെതിരെ പരാതികൾ ഫയൽ ചെയ്യാം. ഇരുകക്ഷികൾക്കും തൊഴിൽ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്ത റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കെതിരെ പ്ലാറ്റ്ഫോം വഴി പരാതിപ്പെടാം. തൊഴിലുടമയുടെ സ്മാർട്ട് കാർഡ് മുഖേന നാഷണൽ ഒതന്റിഫിക്കേഷൻ സിസ്റ്റം വഴി പോർട്ടലിൽ ലോഗിൻ ചെയ്ത് പ്രവേശിക്കാം. തൊഴിലുടമകൾക്ക് പരാതികളുടെ സ്ഥിതി അറിയാനും സാധിക്കും. സ്വകാര്യ തൊഴിലുടമകൾക്കും തൊഴിൽ സംബന്ധമായ പരാതികൾ നൽകാൻ അവസരം ലഭിക്കുക വഴി തൊഴിൽ മേഖല കൂടുതൽ കാര്യക്ഷമമാകാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സിൽ ചേർന്ന പുതിയ കമ്പനികളുടെ പട്ടികയിൽ ഇന്ത്യൻ ബിസിനസ്സുകൾ ഒന്നാമത്. പുതുതായി ചേർന്നത് 12,142 ഇന്ത്യൻ കമ്പനികൾ. ഈ വർഷത്തെ ആദ്യ 3 പാദങ്ങളിൽ ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സിൽ ചേർന്ന പുതിയ എമിറാത്തി ഇതര കമ്പനികളുടെ പട്ടികയിൽ ഇന്ത്യൻ ബിസിനസ്സുകൾ ഒന്നാം സ്ഥാനത്തെത്തി. ദുബായ് ചേംബേഴ്സിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ കണക്കുകളാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സിൽ ഈ വർഷം ആദ്യ 3 പാദങ്ങളിൽ 12,142 ഇന്ത്യൻ കമ്പനികൾ പുതുതായി ചേർന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള നിക്ഷേപം ആകർഷിക്കുന്നതിനും അന്താരാഷ്ട്ര ബിസിനസ്സുകൾക്കിടയിൽ ദുബായിയുടെ വർദ്ധിച്ചുവരുന്ന ആകർഷണവുമാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. 2024 ആദ്യ 3 പാദങ്ങളിൽ 6,061 പുതിയ കമ്പനികളുമായി ഈ പട്ടികയിൽ പാകിസ്ഥാൻ 2ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. ഈജിപ്ത്, സിറിയ, UK, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളും പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ചേംബർ ഓഫ് കൊമേഴ്സിൽ രജിസ്റ്റർ ചെയ്ത പുതിയ കമ്പനികളിൽ 41.5% സ്ഥാപനങ്ങളും വ്യാപാര സേവന മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ്, വാടക, ബിസിനസ് സേവന മേഖലകൾ, നിർമ്മാണ മേഖല, ഗതാഗതം എന്നിവയാണ് പട്ടികയിലെ മറ്റു സേവന മേഖലകൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിൽ ടാക്സി വാടക കുറഞ്ഞു. മൊബൈൽ ആപ്പ് അധിഷ്ഠിത ക്യാബ് ബുക്കിംഗ് സംവിധാനം നിലവിൽ വന്നതോടെയാണ് ഈ മാറ്റം. ഒമാനിൽ ടാക്സി ഗതാഗതം ഡിജിറ്റലായതോടെ ടാക്സി വാടകയിൽ വലിയ കുറവ് വന്നതായി റിപ്പോർട്ട്. നേരത്തെ ഉണ്ടായിരുന്ന സ്ട്രീറ്റ് ടാക്സി സമ്പ്രദായത്തിനു പകരം മൊബൈൽ ആപ്പ് അധിഷ്ഠിത ക്യാബ് ബുക്കിംഗ് സംവിധാനം നിലവിൽ വന്നതോടെയാണ് ഈ മാറ്റം. വാഹനോടമകൾക്ക് റൈഡ് ഹെയിലിംഗ് ആപ്പുകളോട് തുടക്കത്തിൽ താൽപര്യമില്ലായിരുന്നു. എങ്കിലും ജനങ്ങൾ ആപ്പുകളിലേക്ക് ആകൃഷ്ടരായതോടെ ഇതിന് മാറ്റം വന്നു. ഗതാഗത മന്ത്രാലയത്തിന്റെയും കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെയും ശ്രമഫലമായാണ് ടാക്സി മേഖലയിൽ ഈ മാറ്റം സാധ്യമായത്. 100 കണക്കിന് ഡ്രൈവർമാരാണ് ഇത്തരം വിവിധ കമ്പനികൾക്ക് കീഴിൽ ജോലി ചെയ്യുന്നത്. യാത്രക്കൂലിയുമായി ബന്ധപ്പെട്ട് ഡ്രൈവർമാരുമായി തർക്കിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് പുതിയ സംവിധാനത്തിന്റെ പ്രത്യേകത. ആപ്പ് ബുക്കിംഗ് സംവിധാനം നിലവിൽ വന്നതോടെ ടാക്സികൾക്കായുള്ള കാത്തിരിപ്പ് സമയത്തിലും ഗണ്യമായ കുറവുണ്ടായി. 5 മുതൽ 7 മിനിറ്റുകൾക്കിടയിൽ ടാക്സി ലഭിക്കും. ഇതോടൊപ്പം ഓൺലൈനായി പണം അടയ്ക്കാനുള്ള സംവിധാനം വന്നതും യാത്രക്കാർക്ക് ഏറെ സഹായകമായി. ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ വഴിയും ടാക്സി വാടക നൽകാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അബുദാബി യാസ് ഐലൻഡിൽ ലുലു എക്സ്പ്രസ് സ്റ്റോർ തുറന്നു. ദൈനംദിന ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. UAEയിൽ റീറ്റെയിൽ സാന്നിധ്യം വിപുലീകരിച്ച യാസ് ഐലൻഡിലെ യാസ് ഏക്കേഴ്സിൽ പുതിയ ലുലു എക്സ്പ്രസ് സ്റ്റോർ തുറന്നു. അബുദാബിയിലെ 41ാമത്തെയും UAEയിലെ 107ാമത്തെയും സ്റ്റോറാണ് യാസ് ഐലൻഡിൽ തുറന്നത്.
ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ അൽ ഷഹാമ മുനിസിപ്പൽ സബ് സെന്റർ ഡയറക്ടർ ഹുമൈദ് റാഷിദ് അൽ ദാരെ ലുലു എക്സ്പ്രസ് സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രോസറി, ഫ്രഷ് ഫ്രൂട്ട്, ബേക്കറി തുടങ്ങി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് ലുലു എക്സ്പ്രസ് സ്റ്റോറിലുള്ളത്. മത്സ്യം, ഇറച്ചി ഉൽപ്പന്നങ്ങളുടെ പ്രത്യേക സ്റ്റാളുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.